ഉടനെ അയാൾ പണ്ടൊരുത്തി ഇതുപോലെ സംസാരിപ്പിക്കാൻ ശ്രമിച്ചതാ. അവൾക്ക് എന്താ പറ്റിയെന്ന് നിനക്കറിയോ? അവളൊരു റിപ്പോർട്ടറായിരുന്നു. ആ പെണ്ണിന്റെ ബോഡി പോലും പിന്നീട് ആരും കണ്ടിട്ടില്ല, കാണാൻ കിട്ടിയിട്ടില്ല, ഞങ്ങൾ കൊടുക്കില്ല. ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പം നമ്മുടെ സെക്കൻഡ് ഹീറോ ആകെ വിറളി പൂണ്ട് ഈ തന്തയെ കയറി പിടിക്കുകയാണ്. ഭാര്യയെക്കുറിച്ചായിരിക്കോ ഇനി അയാൾ പറഞ്ഞത്? സത്യം പറയടാ, ഇവിടെയാണ് ആ സ്ത്രീ. നിങ്ങൾ എന്താണ് അവളെ ചെയ്തത്? തുറന്നു പറഞ്ഞോ, അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളയെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. പക്ഷെ അയാൾ എനിക്ക് അറിയില്ല എന്ന് പറയും. സെക്കൻഡ് ഹീറോ വന്ന് വീണ്ടും ഹൈ വോൾട്ടേജിൽ നല്ല ഷോക്ക് കൊടുക്കുക. ആ തന്ത മൂത്രമൊഴിക്കും. അവസാനം ചാവാൻ പോണ നേരം മാത്രം കറണ്ട് ഓഫാക്കിയിട്ട് ഇപ്പം എവിടെയാണ് ആ പെണ്ണെന്ന് ചോദിക്കുക. അയാൾ പറയും സ്നേക്ക് പിറ്റിലുണ്ട്, അങ്ങോട്ടാണ് ഞങ്ങളുടെ ആൾക്കാർ പിടിച്ചോണ്ട് പോയവരെ കൊണ്ടുപോകുക. അങ്ങോട്ട് പോയവരാരും പിന്നെ തിരിച്ചു വരാറില്ല. അതാണ് സംഭവിക്കുക. കട്ട് ചെയ്താൽ ആ സ്നേക്ക് പിറ്റ് എന്ന് പറഞ്ഞ സ്ഥലം കാണിക്കുന്നു. ഏതോ ഒരു പഴയ അണ്ടർഗ്രൗണ്ട് കെട്ടിടമാണ്. അതിനകത്താണ് ഈ കുട്ടികളെയും കൊണ്ടുപോയി അടച്ചു വെച്ചിരിക്കുന്നത്. പുറമേ ഉള്ളവർക്ക് അറിയില്ല ഇതൊരു ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണെന്ന്. കണ്ടുപിടിക്കാൻ പറ്റില്ല. കാണാൻ വളരെ നോർമലായിരിക്കും, പഴയ കെട്ടിടമായിരിക്കും. എന്നാൽ എല്ലാ വേലകളും ഇതിനകത്താണ് ചെയ്യുന്നത്. ഇപ്പം കുട്ടികളെയൊക്കെ അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് കാവൽക്കാർ വെളിയിൽ പോകുന്ന സമയം നമ്മുടെ മോൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി അവിടെ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ, തപ്പി തടയുന്നുണ്ടോ എന്ന് നോക്കുക. ഇത് കണ്ട ചെറുക്കൻ, ഇവള് തല്ലിയ ചെറുക്കനില്ലേ, അവൻ പറയും നീ ഇങ്ങനെ എന്തെങ്കിലും മണ്ടത്തരം കാണിച്ച് ഞങ്ങൾക്ക് കൂടെ അടി മേടിച്ചു തരാതെ ദയവ് ഇതൊരു ഭാഗത്ത് മിണ്ടാതിരിക്കും. അതിന് മോള് നിനക്കൊന്നും വീട്ടിലേക്ക് പോകണ്ടേ, ഇവിടെ തന്നെ കിടന്നാൽ മതിയോ, അതാണോ നീ ഇഷ്ടപ്പെടുന്നതെന്ന് ചോദിക്കുക. അതിന് ആ ചെറുക്കൻ പറയും നീ പറയുന്നത് പോലത്തെ ഒരു വീട് എനിക്കില്ല. അവന്മാര് എൻ്റെ അമ്മയും അച്ഛനെയും അമ്മൂമ്മേനെയും എല്ലാവരെയും കൊന്നുകളഞ്ഞു. ഇനി ഞാൻ എങ്ങോട്ട് പോകാനാ? എനിക്ക് പോകാനൊരിടവില്ല. ഇവിടെ കിടന്ന് മരിക്കുന്നത് തന്നെയാണ് ശരി. അത് കേൾക്കുമ്പം മോൾക്ക് വിഷമായിട്ട് അവൾ ആ ചെറുക്കനോട് പറയാ അങ്ങനെ ആരുമില്ലെന്ന് വിചാരിക്കണ്ട. ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ നീ എൻ്റെ വീട്ടിലേക്ക് വായോ, അവിടെ നിനക്ക് താമസിക്കാം. നിനക്ക് വേണ്ട കുടുംബമൊക്കെ അവിടെ ഉണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞ് താഴെ കിടന്നൊരു ₹1 കോയിൻ എടുത്തിട്ട് അവിടെ ഉണ്ടായിരുന്ന സ്വിച്ച് ബോക്സിന്റെ സ്ക്രൂ അഴിച്ചു മാറ്റുവള്. അപ്പോൾ ഒരു പ്ലേറ്റ് ഇവൾക്ക് കിട്ടുന്നുണ്ട്. മോൾക്ക് മൂർച്ചുള്ളൊരു പ്ലേറ്റ്. അതുകൊണ്ട് കമ്പി മുറിക്കാൻ വേണ്ടി നോക്കുക പെണ്ണ്. ഈ നേരത്ത് നമ്മുടെ തൊപ്പി വില്ലനില്ലേ, ഹീറോസിന്റെ അടി മേടിച്ച് അയാൾ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് മിച്ചം വന്ന ജീവനുമായി നാട് കടക്കാൻ നോക്കുക. ഇയാളെ കൊന്നിട്ടില്ല എന്തായാലും ഹീറോക്കൾ. കിട്ടിയ ജീവനുമായിട്ട് അയാൾ ഓടി രക്ഷപ്പെടാൻ നോക്കുക. മറ്റേ ചെറുപ്പക്കാരൻ വില്ലൻ്റെ കയ്യിൽ കിട്ടിയ പണി തീർന്നല്ലോ, അതുകൊണ്ട് ഓടി രക്ഷപ്പെടാൻ നോക്കുക. എന്നാൽ വണ്ടി കയറണ നേരത്ത് ചെറുപ്പക്കാരൻ ആ കാട്ടുവാസിയുമായി വന്ന് കുറേ അമ്പ് കൊണ്ട് ഇയാളെ ശരീരം മുഴുവൻ തറപ്പിച്ച് ചോദ്യം ചെയ്യുക. നീ എന്താണ് പറഞ്ഞു കൊടുത്തതെന്നും ചോദിച്ചിട്ട്. ആ നേരത്ത് നമ്മുടെ ഹീറോക്കൾ 2 പേരും ഈ സ്ഥലം കണ്ടുപിടിച്ചു. അവരകത്തേക്ക് മെല്ലെ കടക്കാൻ നോക്കുക. അപ്പം കുഞ്ഞില്ലേ, കുഞ്ഞു പെണ്ണ് കൈ കിട്ടിയ പുട്ടി ബ്ലേഡും കൊണ്ട് ഈ കമ്പി അറക്കാൻ നോക്കുക. അറക്കാനൊന്നും പറ്റില്ല, എന്നാലും അവൾ ശ്രമിക്കുക. അപ്പോഴായിരിക്കും ഈ കുട്ടികളെ പെറുക്കാൻ വേണ്ടി ഒരു വില്ലനകത്തേക്ക് വരുന്നു. അയാൾ നേരെ മോളെടുത്തേക്ക് വരിക. നിന്നെയാണ് അവർ ചോദിച്ചതെന്നും പറഞ്ഞിട്ട് ഇവളുടനെ ഒളിച്ചു വെച്ചിരുന്ന ബ്ലേഡ് എടുത്ത് അയാളുടെ കയ്യിലും മോന്തയിലും വരഞ്ഞു കൊടുത്തിട്ട് പെട്ടെന്ന് ഡോറും തുറന്ന് കുട്ടികളോടെല്ലാം പുറത്തേക്ക് ഇറങ്ങി ഓടാൻ പറയും. അപ്പം ആ നേരത്തെ പയ്യൻ അവൻ ഇവളോട് പറയുകയാണ് ഈ സ്ഥലം വളരെ വലുതാ, നീ മണ്ടത്തരം കാണിക്കാതെ പെണ്ണെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ലെന്ന്, നീ പോടാ ഊളെന്നും പറഞ്ഞിട്ട് പെങ്കൊച്ചു പിള്ളേരെയും കൊണ്ട് ഓടുകയാണ്. ഈ സമയം നമ്മുടെ ഹീറോസ് 2 പേരും ഈ കെട്ടിടത്തിനകത്തേക്ക് എൻ്റർ ആവാൻ പോവുക. അതിനു മുന്നേ സെക്കൻഡ് ഹീറോ ഇവർക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് ലോകം അറിയണം എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം ലൈവ് ഇടാൻ തുടങ്ങും. ഈ ലൈവിന് മുന്നേ താൻ കളക്ട് ചെയ്ത എല്ലാ എവിഡൻസും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, അതും കൂടെ കണ്ടിട്ട് ഈ ലൈവും കണ്ടോളൂ. ഒരുപാട് കുട്ടികളെ ഇവന്മാർ കടത്തുന്നുണ്ടെന്നും പറഞ്ഞ് ലൈവും വിട്ട് ഇവർ നേരെ അകത്ത് ചെന്ന് ഇടിക്കാൻ വേണ്ടി അകത്തേക്ക് ചെല്ലുകയാണ്. ആ സമയത്ത് ഓടിപ്പോയ പിള്ളേരെയെല്ലാം വില്ലന്മാർ പിടിക്കുന്നുണ്ടാവും. ഓരോരുത്തരായി പിടിച്ച് തിരിച്ച് കൊണ്ടുപോകാൻ നേരം നമ്മുടെ മോള് മാത്രം ഇവരെ പിടിപ്പെടാതെ രക്ഷപ്പെട്ട് ഓടുകയാണ്. ഈ സമയത്ത് പോലീസുകാർ ഈ ലൈവ് കണ്ട് സിറ്റുവേഷൻ സീന് മനസ്സിലാക്കി അങ്ങോട്ട് വരുന്നുണ്ട്. വീണ്ടും ഈ ഇരുട്ട് കെട്ടിടത്തിലേക്ക് വന്നാൽ കൊച്ചിനെ വില്ലന്മാരെ പിടിച്ചുകൊണ്ട് പോകാൻ നോക്കുക. അപ്പോഴായിരിക്കും പുറകിൽ നിന്ന് ഒരുത്തൻ്റെ മണ്ട തല്ലി പൊട്ടിച്ച് 2 ഹീറോസ് എൻ്റർ ആവുന്നു. പിന്നെ പൊരിഞ്ഞടിയാ ഒരുത്തൻ്റെ തലമണ്ട ചുമരിനകത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് മട്ടിയിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പാറ്റശല്യം ഉണ്ടാവില്ല. കുറേ വില്ലന്മാരെയൊക്കെ അടിച്ചു കഴിഞ്ഞ് കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയപ്പം മോൾ ഓടി വന്ന് അപ്പനെ കെട്ടിപ്പിടിക്കുക. ഇവരെ കെട്ടിപ്പിടുത്തം കുറേ സമയമായതുകൊണ്ട് റിപ്പോർട്ടറെ കെട്ടിയവൻ പറയും നിങ്ങൾ വീട്ടിൽ പോയി സ്നേഹിക്കുകയും ഇവിടെ നിൽക്കുന്ന അത്രയും സമയം ഡേഞ്ചറാണ്, മകളെയും വിളിച്ച് താൻ പൊയ്ക്കോ, ബാക്കിയുള്ള കുട്ടികളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, ഇതുവരെ സഹായിച്ചതിന് നന്ദി, തിരിച്ചു പൊയ്ക്കോ എന്ന് പറയുക. പുള്ളിക്കാരൻ മോളോടും പറയുന്നുണ്ട് മോൾ ചെയ്ത അത്രയും നല്ല കാര്യമാണ്, മോൾ പൊയ്ക്കോ, ആ കുട്ടികളെ ഞാൻ രക്ഷപ്പെടുത്താം. ഹീറോയും നമ്മൾ പോകുന്നത് നല്ലതെന്നും പറഞ്ഞിട്ട് മോളെ വിളിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ സെക്കൻഡ് ഹീറോ എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ തിരികെ വരുന്നുണ്ട്, ആ കുട്ടികളെയും വിളിച്ച് തിരികെ വരാം, ഇനിയിവിടെ വലിയ വില്ലന്മാരൊന്നും ഇല്ലല്ലോ, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അകത്തേക്ക് പോവാം. ആ നേരത്ത് ലൈവ് കണ്ട കുറേ നാട്ടുകാർ ഈ സ്പോട്ടിലേക്ക് വന്നിട്ടുണ്ട്. അവരൊക്കെ പേടിച്ച് കെട്ടിടത്തിനകത്തേക്ക് കയറിയിട്ടില്ല. പിന്നെ കുറേ അധികം പോലീസുകാരും വന്നിട്ടുണ്ട്. ഇവരെന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ചീഫ് അങ്ങോട്ട് വന്ന് നിങ്ങളോട് ആരാ പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ, ഇൻസ്റ്റാഗ്രാമിലെ ഏതെങ്കിലും ഫേക്ക് ലൈവ് കണ്ടിട്ട് ഇത്രയും പോലീസുകാർ ഇവിടെ നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവരും തിരിച്ചു പോകുന്നു പറയാം. ഇത് കേട്ട ക്യാപ്റ്റൻ ലേഡി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ പകച്ചു നിൽക്കുമ്പം കുറേ അധികം വില്ലന്മാർ വടിവാളുമായി ഈ കെട്ടിടത്തിനകത്തേക്ക് കയറിപ്പോകുന്ന കാണും. സോ ആ ലൈവിൽ കണ്ട കാര്യം സത്യമാണെന്ന് മനസ്സിലായതോടെ ഈ ചീഫിന്റെ വർത്താനം കേട്ടിരുന്നാൽ ശരിയാവില്ല, അവരെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ റെഡിയാവുകയാണ്. ആ നേരത്താണ് ഹീറോയും മോളും പുതിയ കുറേ വില്ലന്മാർ ഈ കെട്ടിടത്തിനകത്തേക്ക് പോകുന്ന കാണും. സോ സെക്കൻഡ് ഹീറോ ഡേഞ്ചറിലാണെന്ന്
ഡാഡി ഹീറോയ്ക്ക് മനസ്സിലായി. ഈ അകത്തുപോയ വില്ലന്മാര് കുട്ടികളെയും സെക്കൻഡ് ഹീറോയെയും പിടിക്കാൻ വേണ്ടി പോവാ. ഹീറോ പിള്ളേരെയെല്ലാം ഒരു മുറിക്കകത്ത് കയറ്റി വെച്ച് വാതിലും അടച്ച് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുമ്പോൾ ഈ പെരുത്ത ഗുണ്ടകൾ ഇടിച്ചു തെറിപ്പിച്ച് ഒരു യമഹ ബൈക്ക് അകത്തേക്ക് കയറി വരുന്നുണ്ട്. നോക്കുമ്പോൾ ഫസ്റ്റ് ഹീറോ ആണത്. മോളെയും കൂടെ കൂട്ടിയിട്ടുണ്ട്. മോളെ എവിടെയെങ്കിലും പെട്ടിക്കടയിൽ നിർത്തിയിട്ട് വന്നാൽ മതിയായിരുന്നു. പക്ഷെ സേഫ് അല്ലാത്തതുകൊണ്ട് ഇവിടെ വെട്ടിക്കൊലകളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നതാണ്. ഒരു സഹായം കൂടെ ആവുമല്ലോ. അവൾ സഹായിക്കുന്നുമുണ്ട്. ഇത്തിരി പെണ്ണാണെങ്കിലും അപ്പൻ ഒരുപാട് തല്ലുമ്പോൾ ഇടയിൽ കയറി ഒരു പൊട്ടിയിൽ ഇവളും കൊടുക്കുന്നുണ്ട്. പിന്നെ ഹീറോസ് രണ്ടുപേരും നല്ല അടിക്കാരാണല്ലോ. അവർ രണ്ടുപേരും പൊതിരടി കൊടുക്കുക. എന്നാൽ വീണ്ടും വില്ലന്മാർ ഏതൊക്കെയോ പൊത്തിനകത്തുനിന്ന് വരുന്നുണ്ട്. ഈ പിള്ളേരെയും വിളിച്ച് തിരികെ ഇറങ്ങി പോകാനുള്ളൊരു ചോയ്സ് ഇല്ല. സോ ഹീറോക്കുള്ള മോളോട് പിള്ളേരെയൊക്കെ കെട്ടിടത്തിൻ്റെ മണ്ടയിലേക്ക് വിളിച്ചുകൊണ്ട് ഓടാൻ പറയുക. അങ്ങനെ അവൾ പിള്ളേരെയും വിളിച്ച് മുകളിലേക്ക് പോകും. ഹീറോസ് വില്ലന്മാരെ എല്ലാം തടഞ്ഞു നിർത്തുന്നു. അടിയുണ്ടാക്കി തടഞ്ഞു നിർത്തുക. ഈ പിള്ളേരെ കൊണ്ട് മുകളിലേക്ക് വന്ന നമ്മുടെ കുഞ്ഞു പെണ്ണ് അവസാനം പെട്ടുപോയി. ഇനിയിപ്പം അവർക്ക് പോകാൻ സ്ഥലമില്ല. നിലത്തേക്ക് ചാടാനേ പറ്റുള്ളൂ, കെട്ടിടത്തിന് താഴേക്ക്. അതിനെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കുമ്പം കുറേയധികം തുണികളുണ്ടാവും ഫ്ലാറ്റിൽ. ഈ തുണിയെല്ലാം കൂട്ടിക്കെട്ടി കെട്ടിടത്തിൻ്റെ മണ്ടയിൽ നിന്ന് താഴത്തേക്ക് മുട്ടുന്നവരെ തൂക്കിയിട്ട് അതിലൂടെ ഊർന്നിറങ്ങാനാണ് ഇവർ പ്ലാൻ ചെയ്യുക. ഒരു മൂല കെട്ടിമുറുക്കി ആ കിർണി ചെറുക്കനോട് പിടിക്കാനും പറയുന്നുണ്ട്. എന്നിട്ട് ഓരോരോ പിള്ളേരായിട്ട് ഇവർ താഴേക്ക് ഇറങ്ങുക. ആ നേരത്ത് പോലീസുകാർ എല്ലാവരും പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ അനങ്ങാതെ നിൽക്കുകയാണ്. ചീഫിന്റെ അനുവാദമില്ലാതെ ഇവർക്ക് ആക്ഷൻ എടുക്കാൻ പറ്റൂല. അയാളാണെങ്കിൽ തരുന്നുമില്ല. അവസാനം ചീഫിന്റെ തള്ളയ്ക്കും തന്തയ്ക്കും 4 തെറിയും വിളിച്ച് ഇവർ ഡ്യൂട്ടിക്ക് ഇറങ്ങുകയാണ്. ഇവിടെ കൊച്ചുമോളും ആ കിർണി ചെറുക്കനും എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ പെണ്ണും ചെറുക്കനേ ഉള്ളൂ. നീ ആദ്യം ഇറങ്ങിക്കോ, ഞാൻ രണ്ടാമതിറങ്ങാം. എല്ലാവരും രക്ഷപ്പെടാനുള്ള കാരണം നീയാണ് ആദ്യം ഇറങ്ങേണ്ടതെന്ന് പറയുകയാണ് ചെക്കൻ. ശരിയെന്നും പറഞ്ഞിട്ട് ഇവളാ തുണി തൂങ്ങി ഇറങ്ങാൻ തുടങ്ങും. എന്നാൽ പാതി ഇറങ്ങുമ്പോഴേക്കും തുണി കീറി പെണ്ണ് നിലത്തേക്ക് തെറിച്ച് വീഴാണ്. എന്റെ നെഞ്ചൊരു നിമിഷം റിവേഴ്സ് ഇടിക്കാൻ തുടങ്ങി. ഭാഗ്യത്തിന് ടാർപ്പായയും കൊണ്ട് 4 പേര് അവളെ താങ്ങി പിടിച്ച് നിർത്തി. അതും ടാർപ്പായല്ലേ. ശരി, പെട്ടെന്നൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല, പോട്ടെ. ഇനി അതിനൊരു പൊളിറ്റിക്സ് പറയണ്ട. ഇത് കഴിയുമ്പം ഒരു വില്ലൻ എങ്ങനെയൊക്കെയോ ഓടി വന്ന് ആ പൊടി ചെറുക്കനെ പിടിച്ച് കൊല്ലാൻ നോക്കുക. പൊക്കിയെടുത്ത് താഴേക്കിടാൻ നോക്കുകയാണ്. അപ്പോഴായിരിക്കും ഇത്രയും നേരം കാത്തിരുന്ന പോലീസ് പ്രയോഗം നടക്കുന്നു. എന്തിനാണാവോ പോലീസ്. ഭാഗ്യത്തിന് ഇപ്പോൾ ഒരു വെടി പൊട്ടി. അതുകൊണ്ട് ആ വില്ലൻ ചത്തു, കുട്ടി രക്ഷപ്പെട്ടു. ബാക്കിയുള്ള കുറേ പോലീസുകാർ ഓടിപ്പോയി കത്തിയും കടാരയും കൊണ്ട് നിൽക്കുന്ന റൗഡികളെല്ലാം പിടിച്ചു കളയും. അങ്ങനെ ആ സ്ഥലം സെക്യൂർഡായി ഹീറോക്കളെയും കുട്ടികളെയും അവർ രക്ഷപ്പെടുത്തി. എല്ലാം സമാധാനപരമായി നിൽക്കുന്ന സമയം നമ്മുടെ സെക്കൻഡ് ഹീറോ പോലീസുകാരുടെ അടുത്ത് വന്ന് ഭാര്യയുടെ ഫോട്ടോ കാണിച്ചിട്ട്, ഈ സ്ത്രീയെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിരുന്നോ? ഈ കേസ് അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ സ്ത്രീയെ പറ്റി എന്തെങ്കിലും തുമ്പ് കിട്ടിയെന്ന് ചോദിക്കുക. പോലീസുകാർ പറയും ഇല്ല, കിട്ടിയിട്ടില്ല, കിട്ടി അറിയിക്കാമെന്ന്. സീൻ കട്ട് ചെയ്താൽ ഈ സംഭവം ആ നാട്ടിലെ വലിയ ഫ്ലാഷ് ന്യൂസായി മാറി. ഇയാളെ കമ്പനിയാണല്ലോ, അതായത് ആ ചെറുപ്പക്കാരൻ ബിസിനസ്സുകാരൻ്റെ കമ്പനിയിലാണല്ലോ ഈ കുഴപ്പങ്ങളുണ്ടായത്. അതുകൊണ്ട് അയാൾക്കെതിരെ വലിയ വലിയ കേസുകൾ ഫയലായിരിക്കുക. ഈ വാർത്തയൊക്കെ ചാനലിൽ കണ്ട് പുള്ളി ആകെ തരിപ്പ് കയറി ഫ്രീക്കൗട്ടായി വീട്ടിലേക്ക് വരുന്ന സമയം ഭാര്യ പറയാണ്, അപ്പനും അപ്പൻ്റെ പാർട്ട്നേഴ്സും എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക. അവരെന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്ക് പേടിയാവുന്നു. എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് ചോദിക്കുകയാണ്. ഒരു കുഴപ്പമില്ല മോളെ, നീ ചെന്ന് റെസ്റ്റ് എടുക്കുന്നും പറഞ്ഞ് ചെറുപ്പക്കാരൻ അമ്മായിയപ്പൻ്റെ മുറിയിലേക്ക് കയറി ചെല്ലുന്നു. കയറി ചെന്ന ഉടനെ പുള്ളിക്കാരൻ്റെ പാർട്ട്നേഴ്സ് ഒരു ഉപയോഗത്തിനും കൊള്ളാത്തവൻ വീണ്ടും നമ്മളെ പേര് മാനം കെടുത്തിയിരിക്കുക. അതും കുട്ടികളെ കിഡ്നാപ്പ് ചെയ്ത കേസ്. ഈ കറ നമുക്ക് എങ്ങനെ മായ്ക്കാൻ കഴിയും? തന്നെ അറസ്റ്റ് ചെയ്യാനാണ് ഈ പോലീസുകാരൻ വന്നിരിക്കുന്നത്. അമ്മായിയപ്പൻ പറയും, എനിക്ക് നിന്നെ കാണുന്നതേ അറപ്പാണ്, നീ ഈ കുടുംബത്തിൽ വന്നു പെട്ട അസത്താണെന്ന്. അത് കേൾക്കുമ്പോൾ മരുമോൻ, ഇത്രയും നാളെ മിണ്ടാതിരുന്ന മരുമകൻ, അയാളെ പിരി കയ്യിൽ നിന്ന് പോവുകയാണ്. ഇത്രയും നാൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പണം ഉണ്ടാക്കിയപ്പോഴും കഷ്ടപ്പെട്ടപ്പോഴും ഞാൻ നിങ്ങളുടെ കുടുംബമായിരുന്നു. പക്ഷെ എന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ നിങ്ങൾക്ക് അറപ്പാണ്, ഞാൻ അസത്താണ്. ഇത് എവിടുത്തെ ന്യായമുള്ള തന്തക്കിളവാ? തന്നെ കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്നറിഞ്ഞിട്ടാണല്ലോ താൻ എന്നെ ഏൽപ്പിച്ചത്. എന്നിട്ട് ഞാനത് വൃത്തിയായിട്ട് ചെയ്യാൻ നീ അനുവദിക്കുന്നുണ്ടോ? ഇത് ചെറുപ്പക്കാരൻ പറയുമ്പം കൂടുള്ള പാർട്ട്ണർ അയാൾ വീണ്ടും തിളച്ചോണ്ട് വരിക, നിന്നെ കൊണ്ട് ഉപകാരമില്ല എന്ന് പറഞ്ഞു. അവസാനം സഹി കേട്ട ചെറുപ്പൻ ഈ കിളവന്റെ വിരലങ്ങ് കടിച്ചു പറിച്ചെടുക്കും. അതോട് തീർന്നില്ല, അവിടെ ഉണ്ടായിരുന്ന മദ്യക്കുപ്പി എടുത്ത് കിളവൻ അദ്ദേഹത്തിന്റെ മണ്ടയിലടിച്ച് അയാളെ കൊന്നുകളയുക. പിന്നെ ആ പൊട്ടിയ കുപ്പി വെച്ച് രണ്ടാമത് മിണ്ടാതിരുന്ന ഒരു തന്തയുണ്ട്, അയാളെയും കൊന്നുകളഞ്ഞു. അത് കഴിഞ്ഞ് പോലീസുകാർ, ഞാൻ പോലീസാണ്, എന്നൊന്നും ചെയ്യല്ലേ എന്ന് പുള്ളിക്കാരൻ പറയുമ്പം നിന്നെ ചെയ്യാതെ വിടിലടാന്നും പറഞ്ഞ് അയാളെ കഴുത്തിനും കുത്തി പുള്ളീനെയും കൊന്നുകളഞ്ഞു. ഒരുമാതിരി പ്രാന്ത് പിടിച്ച് സൈക്കോയ. കൈ കിട്ടി എല്ലാവരെയും കൊന്നുകളയാണ് അയാൾ. ഇനി അമ്മായിയപ്പൻ ഡേഞ്ചർ മനസ്സിലാക്കി കയ്യിലൊരു കത്തി എടുക്കുമ്പോൾ, കത്തിയല്ല വാള്, ഈ വാള് പിടിച്ചു വാങ്ങി തിരികെ ഒറ്റ കുത്ത്. അപ്പം അമ്മായിയപ്പൻ പറയാണ്, ഞാൻ എൻ്റെ പെങ്കൊച്ചിനെയും തന്ന് സ്വത്തിനെയും തന്ന് ഇപ്പം കുത്തു ഏറ്റു വാങ്ങിയല്ലോടാന്ന്. അതിന് പുള്ളി മറുപടി ഒന്നും പറയുന്നില്ല. എന്തായാലും ചത്തുപോയിക്കോന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് വിട്ടിട്ട് പിന്നെ ഈ അമ്മായിയപ്പൻ്റെ ബാക്കിയുള്ള അടിക്കാർ അവർ കയറി വരുമ്പം അവരെയും പുതിരെ കുത്തി കൊല്ലുകയാണ്. ഇങ്ങനെ കുത്തി അവസാനം പുറകെ വന്നത് ഭാര്യയാണെന്ന് മനസ്സിലാക്കാതെ ഭാര്യയ്ക്കിട്ട് ഒരു കുത്തു കൊടുത്തു. അതും വയറിനിട്ടാ കൊടുത്ത്. എന്തിന് നീ ഇങ്ങനെ ചെയ്തു? എന്തിന് എന്ന് ചോദിച്ചുകൊണ്ടേ ഭാര്യ മരിച്ചു വീഴുന്നു. ഗർഭിണിയായിരുന്ന ഭാര്യ.
പാവം. സീൻ കട്ട് ചെയ്താൽ ഈ രക്ഷപ്പെടുത്തിയ കുട്ടികളൊക്കെ ഇല്ലേ, അവരെയൊക്കെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് അവരെ പാരൻസിനെ വിളിച്ച് പോലീസുകാർ തിരിച്ചേൽപ്പിക്കുക. ഇതിൽ ഹീറോയും അവരുടെ കേസൊക്കെ സോൾവ് ആക്കാം. പക്ഷേ ഒരു 2 ദിവസം അവർക്ക് സ്റ്റേഷനിൽ കിടക്കേണ്ടി വരും. അതിന് മാത്രമൊന്നും സമ്മതിക്കൂ, നിങ്ങൾക്കെതിരെ വേറെ പരാതിയൊന്നുമില്ല എന്ന് പറയാണ് പോലീസുകാർ. ഈ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ ശരിക്കും ആരാണ് സാർ, നിങ്ങളെ റെക്കോർഡൊന്നും ഞങ്ങളുടെ ഫയലിലില്ലല്ലോ, എന്താണ് നിങ്ങളുടെ ഹിസ്റ്ററി എന്ന് ചോദിക്കുകയാണ് പോലീസുകാർ. അപ്പോൾ ഹീറോ ആംഗ്യ ഭാഷയെ പറയും, എനിക്കങ്ങനെ പ്രത്യേകതയൊന്നുമില്ല, ഞാനൊരു ഫാദർ മാത്രമാണ്. ഇതും പറഞ്ഞ് പുള്ളി സെല്ലിലേക്ക് പോവാ. ഈ നേരത്ത് മണ്ടയ്ക്കടി കൊണ്ട് വീണ മൊട്ടയില്ലേ, അയാൾക്ക് ജീവൻ വെച്ച്. അയാൾ എഴുന്നേറ്റ് വന്ന് നോക്കുമ്പം തൻ്റെ കമ്പനിക്കാരെല്ലാം മരിച്ചു കിടക്കുന്നു. ഒപ്പം തന്നെ വളർത്തിയ അപ്പനെ ആ ചെറുപ്പക്കാരൻ വില്ലൻ കാട്ടുവാസിനെയും കൊണ്ട് അമ്പ് ചെയ്ത് കൊല്ലിപ്പിച്ചിരിക്കുക. ഇത് കണ്ട് അയാൾ ദേഷ്യപ്പെട്ട് പ്രതികാരദാഹിയായി ഓടി വരുന്നുണ്ട്. ഇപ്പം പോലീസ് സ്റ്റേഷൻ്റെ അണ്ടർഗ്രൗണ്ടിലെ സെല്ലിലാണ് നമ്മുടെ ഹീറോക്കൾ 2 പേരും ഇരിക്കുന്നു. അവിടെയാണ് പൂട്ടി വെച്ചിരിക്കുന്നത്. അവരിങ്ങനെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം ഈ ചെറുപ്പക്കാരൻ വില്ലൻ കാട്ടുവാസിനെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു. അധികം ആൾക്കാരില്ലാത്ത സമയം കാട്ടുവാസി സ്റ്റേഷനിൽ കയറി ഓരോരുത്തരെയായി അമ്പ് ചെയ്ത് കൊല്ലുകയാണ്. ഇതിൽ തടയാൻ ഒരു ചെറുപ്പക്കാരൻ പോലീസുകാരൻ വരുന്നുണ്ട്. പാവായിരുന്നു അവൻ അറഞ്ചം പുറഞ്ചം വെട്ടി ഈ കാട്ടുവാസി കൊന്നു. കാട്ടുവാസി ഒരുമാതിരി സൈക്കോ ക്രിമിനലാ. വെട്ടുക, കൊല്ലുക, പീസാക്കുക, തുണ്ടാക്കുക, സോപ്പടം കണ്ടതുപോലെയാ. സ്റ്റേഷനിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ട്, ആൾക്കാർ മരിച്ചു വീഴുന്നു, കറണ്ട് പോകുന്നു, എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് പോലീസുകാരിക്ക് മനസ്സിലായി. പോലീസുകാരി 2 പിള്ളേരുണ്ടല്ലോ, പെങ്കൊച്ചും ചെറുക്കനും, അവരെ സമാധാനിപ്പിച്ച് എവിടെയെങ്കിലും ഒളിച്ചിരിക്കാൻ പറഞ്ഞിട്ട് ഈ സ്റ്റേഷനിൽ അതിക്രമിച്ച് കയറിയത് ആരാണെന്ന് അന്വേഷിക്കാൻ പോവാ. ആ നേരം ഹീറോയ്ക്കും മനസ്സിലായി ഏതോ ഒരുത്തൻ പണി തരാൻ വന്നിട്ടുണ്ടെന്ന്. ഇവരെ അടച്ചു വെച്ചിരിക്കുന്ന സെല്ലിന്റെ താക്കോൽ, നിലത്ത് കിടക്കുന്ന താക്കോൽ എങ്ങനെയൊക്കെയോ തള്ളിപ്പറച്ചെടുത്ത് ഡോറും പൊളിച്ച് അവിടെ നിന്ന് എസ്കേപ്പായി. ആ നേരം കാട്ടുവാസിയെ പോലീസുകാരി തോക്കുമുന്നിൽ നിർത്തി പിടിച്ചു. പക്ഷേ ഈ പോലീസുകാരിക്ക് പിറകിലൂടെ ആ ചെറുപ്പക്കാരൻ വരുന്നുണ്ടായിരുന്നു. അവൻ മറ്റൊരമ്പ് കൈയും കൊണ്ടെറിഞ്ഞ് ഈ പോലീസുകാരെ കുത്തി വീഴ്ത്തുക. പാവം, അവിടുത്തെ പോലീസുകാരെല്ലാം മരണപ്പെട്ടു. ഇത് കഴിഞ്ഞ് കാട്ടുവാസിയും ചെറുപ്പക്കാരനും ഹീറോക്കൾ അന്വേഷിച്ച് വരുമ്പം അവർ പിള്ളേരെയും വിളിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുക. എന്നാൽ 2ാം നില വരാന്തയെ വെച്ച് ഇവർ പിടിക്കപ്പെട്ടു. 2 ഭാഗത്തോടെയും കാട്ടുവാസിയും ചെറുപ്പക്കാരനും മാറി മാറി വന്ന് ഇവരെ ലോക്ക് ചെയ്തു. അതിൽ ആ ചെറുപ്പക്കാരൻ പറയുക, ഒരച്ഛനാവേണ്ടിയിരുന്ന ഞാൻ, എൻ്റെ കുടുംബം, അതിനെയാണ് നിങ്ങൾ നശിപ്പിച്ച്, നിങ്ങളെ ഞാൻ വെറുതെ വിടില്ലടാം. ഇപ്പം പറയുന്നതിന് വല്ല ന്യായമുണ്ടോ? നാണം കേട്ടോ. ശരി, പോട്ടെ, കഥയിലേക്ക് വരാം. ഇപ്പം കാട്ടുവാസി കിട്ടിയ ഗ്യാപ്പിനൊക്കെ കുട്ടികൾ അമ്പ് ചെയ്ത് കൊല്ലാൻ നോക്കുകയാണ്. കൊല്ലണം എന്നുള്ളതാണ് അവന് കൊടുത്തിരിക്കുന്ന മെയിൻ മിഷൻ. അതിൽ വേറെ സംസാരമൊന്നുമില്ല, ഇവരെല്ലാം കൊല്ലുക. സോ ഈ കാട്ടുവാസി അമ്പ് ചെയ്ത് കൊല്ലാൻ നോക്കുകയാണ് കുട്ടികളെ. താഴെ കിടക്കുന്ന ഒരു പോലീസുകാരൻ ആദ്യം തടയുന്നുണ്ട്. ആ തടഞ്ഞ നേരം കൊണ്ട് ഹീറോ കുട്ടികളെ കിട്ടിയ ഗ്യാപ്പിലൂടെ പുറത്തേക്ക് ഇറങ്ങി ഓടാൻ പറയും. എന്നിട്ട് ഈ കാട്ടുവാസിയുടെ നേർക്ക് ക്യാൻ വലിച്ചെറിഞ്ഞ് അവനെ അള്ളിപ്പിടിച്ച് താഴത്തെ നിലയിലേക്ക് ഉരുണ്ടു വീഴുക. ഇതിൽ അവന്റെ ഒരമ്പ് നമ്മുടെ കൊച്ചിന്റെ കാലിൽ തറയ്ക്കുന്നുണ്ട്. തറച്ച അമ്പുമായിട്ട് കുഞ്ഞോടി രക്ഷപ്പെടാൻ ശ്രമിക്കാവും. കൂടെ ചെറുക്കനുമുണ്ട്. ഇപ്പം കാട്ടുവാസിയും 1ാം ഹീറോയും തമ്മിൽ പൊരിഞ്ഞടി, ഈ ചെറുപ്പക്കാരനും 2ാം ഹീറോയും തമ്മിൽ പൊരിഞ്ഞടി. ചെറുപ്പക്കാരൻ വിട്ട ആളല്ല കേട്ടോ, ഒരുമാതിരി പുൽച്ചാടിക്ക് തീ പിടിച്ചതുപോലെ കിടന്ന് തുള്ളാണ്. ഇങ്ങനെ ഇവർ തമ്മിൽ പൊരിഞ്ഞ അടി നടക്കുന്ന സമയത്ത് പ്രതീക്ഷിക്കാതെ ഗുണ്ടപ്പൻ അങ്ങോട്ട് കയറി വരുന്നു. അവന് ഇന്ന ആളാണെന്നൊന്നുമില്ല, തന്റെ മുന്നിൽ നിൽക്കുന്ന എല്ലാവരെയും പിടിച്ചിടിക്കുക, അതാണ് അവന്റെ ലക്ഷ്യം. അവന്റെ അപ്പനെ കൊന്ന വില്ലന്മാരുണ്ട്, നേരത്തെ അവൻ ഇടിച്ചിട്ട ഹീറോക്കളുണ്ട്, എല്ലാവരുമായിട്ട് അടി ഉണ്ടാക്കണം. ഞാൻ നിഷ്പക്ഷനാണ്, അടിച്ച എല്ലാവർക്കും അടി കൊടുക്കണം. ആ ഒരു മെന്റാലിറ്റിയിൽ പുള്ളിക്കാരൻ തല്ലാൻ തുടങ്ങുക. ഇങ്ങനെ അടിയായി കച്ചറയായി എന്ത് പറഞ്ഞിട്ടും കേൾക്കുന്നുമില്ല എല്ലാം. അവസാനം എനിക്ക് മടുത്തു. ആ സമയത്താണ് ഒരു സങ്കടപ്പെടുത്തുന്ന കാര്യം ഉണ്ടാവുന്നത്. ഈ കാട്ടുവാസി 1ാം ഹീറോ ആയിട്ട് അടിയുണ്ടാക്കിയിരുന്നെങ്കിൽ അവൻ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. 2ാം ഹീറോ കുറച്ചുകൂടെ സ്ലോവാ. ഈ കാട്ടുവാസി നല്ല വേഗതയുള്ളവൻ. അവൻ കത്തിയും കൊണ്ട് 1ാം ഹീറോനെ പലതവണ കുത്തി കഴിഞ്ഞു. ഈ കുത്തു കൊള്ളുന്നതിന്റെ ഇടയ്ക്കാണ് കാട്ടുവാസിയുടെ കയ്യിലുള്ള മോതിരം ഹീറോ കാണുന്നു. റിപ്പോർട്ടർ കിട്ടിയവൻ കാണുന്നു. അത് ഭാര്യയുടെ കയ്യിലുണ്ടായിരുന്ന മോതിരം. ഇതെങ്ങനെയാടാ നിന്റെ കയ്യിൽ കിട്ടിയെന്ന് ചോദിക്കുമ്പം ആ കാട്ടുവാസി ചിരിച്ചോണ്ട് പറയും, അവളങ്ങനെ പെട്ടെന്ന് മരിച്ചില്ല, വളരെ പതിയാണ് മരിച്ചത്. ഇത്തിരി ദേഷ്യമുള്ള കൂട്ടത്തിലാന്ന് തോന്നുന്നു. നീ അവളുടെ ഭർത്താവായിരുന്നോ? അവളെ കൊന്നത് എനിക്കൊരു വിജയം തന്നെയാണെന്ന് പറഞ്ഞ് ചിരിക്കുക. വേണമെങ്കിൽ ഈ മോതിരം നീ എടുത്തോ എന്ന് പറയാണ്. റിപ്പോർട്ടറെ കെട്ടിയവൻ ദേഷ്യം കൊണ്ട് ഇനിയും കുത്തടാന്ന് പറഞ്ഞ് അവന്റെ മേപ്പെട്ടിക്ക് ചാടി വീഴുക. അയാൾ വീണ്ടും കുത്താൻ തുടങ്ങി. ഒരു കുത്ത് തന്റെ വയറ്റിലൂടെ ആഴ്ന്നിറങ്ങുമ്പം ആ കുത്തുകൊണ്ട് തന്നെ ഈ കാട്ടനെ ലോക്ക് ചെയ്ത്, അവന്റെ കൈകൾ 2 ലോക്ക് ചെയ്ത് 2nd ഹീറോ അവനെ കെട്ടിപ്പിടിച്ച് ചങ്കങ്ങോട്ട് കടിച്ച് പറിച്ചെടുക്കും. അയാൾ മരിക്കാൻ നേരം ഈ കാട്ടുവാസിനെയും കൂടെ കൊണ്ടുപോയതാ. 2nd ഹീറോ പെടയുന്ന കണ്ടിട്ട് ഡാഡി ഹീറോ ഓടി അടുത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് ചോദിക്കും എന്താ പറ്റിയെന്ന്. ഈ നേരം മൊട്ടയെ ആ ചെറുപ്പക്കാരൻ വളഞ്ഞിട്ട് കുത്തി കൊന്നു കളഞ്ഞു. ഇവിടെ 2nd ഹീറോ, കൂട്ടുകാരാ, ഞാൻ അവളെ കണ്ടുപിടിച്ചു, എൻ്റെ ഭാര്യയെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് ആ മോതിരം കാണിച്ചു കൊടുക്കുകയാണ്. കാണിച്ചു കൊടുത്ത് ചിരിച്ചിട്ട് അയാൾ മരിച്ചു. ആ നേരത്ത് ചെറുപ്പക്കാരൻ
വില്ലൻ ചെറുപ്പക്കാരനാണെങ്കിൽ ഈ മകളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് കൊല്ലണമെന്ന് പറഞ്ഞ് ഒളിച്ചിരിക്കുന്ന അവളെ വലിച്ച് നിലത്തേക്കിട്ട് എന്റെ കുഞ്ഞ് മരിക്കുന്നത് ഞാൻ കണ്ടതാ, അതുപോലെ നിന്റെ കുഞ്ഞ് മരിക്കുന്നത്, നിന്റെ കൺമുന്നിൽ വെച്ച് മരിക്കുന്നത് നീയും കണ്ടോന്ന് പറഞ്ഞ് അവളെ ഉപദ്രവിക്കാൻ നോക്കുക. ഇത് കണ്ട ഹീറോ ഓടി വന്ന് അവനോട് മിണ്ടും പറയൊന്നുമില്ല, ഈവൻ അവനെ അടിക്കുന്നു പോലുമില്ല. ചാവട ചാവട ചാവടാന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് നിലത്തേക്ക് ചാടി വീഴ. ഒരു 7-8 നില കെട്ടിടത്തിന്റെ മണ്ടേന്നാണ് ചാടുന്നത്. സ്പോട്ട് ഔട്ട് ആവേണ്ടതാണ്, പക്ഷെ രണ്ടുപേരും ഇടിക്കാരായതുകൊണ്ട് അങ്ങനെ സ്പോട്ട് ഔട്ട് ആവുന്നില്ല. നിലത്ത് വീണ് കഴിഞ്ഞിട്ട് ഹീറോ വീണ്ടും അവന്റെ മണ്ടേ കയറി ഇരുന്ന് പൊത്തിന് കൊടുക്കുകയാണ് അടി. അപ്പോഴേക്കും മോൾ ഓടി വന്ന് അപ്പാ വിട്ടേക്ക്, അയാളെ കൊല്ലണ്ട, ഇനി അടി ഉണ്ടാക്കേണ്ട, വായോ പോകാമെന്നും പറഞ്ഞ് മോൾ അപ്പനെയും വിളിച്ച് അവിടുന്ന് മാറിപ്പോവാൻ നോക്കുകയാണ്. ആ നേരത്ത് ഈ വില്ലൻ എഴുന്നേൽക്കുന്നുണ്ട്. വില്ലൻ വീണ്ടും ഉപദ്രവിക്കാൻ വരികയാണോ എന്ന് ഇവർ വിചാരിക്കുമ്പം ഉപദ്രവിക്കാൻ വന്നതല്ല, ആ കിറുക്കന് വീണ്ടും കിറുക്കായതാ. എനിക്ക് എൻ്റെ ഭാര്യയെ കാണണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദൂരം കൂടെ നടന്നുപോയി അവൻ മരിച്ചു വീഴും. ഇങ്ങനെയും കുറേ സൈക്കോകൾ. അവിടെ നിന്ന് മെല്ലെ ബ്ലാക്ക് ഔട്ട് ചെയ്താൽ 1 മാസം കഴിഞ്ഞ് ഈ സെക്കൻഡ് ഹീറോയും ഹീറോയുടെ ഭാര്യയില്ലേ, അവരുടെ 2 മോതിരവും ഒരു മെമ്മറി താലിയാക്കി ഓർമ്മയ്ക്ക് വേണ്ടി കെട്ടിവെക്കില്ലേ പല ബ്രിഡ്ജുകളിലും, അങ്ങനത്തെ ഒരു സ്ഥലത്ത് കെട്ടിവെച്ചിട്ട് മോളെയും സമാധാനിപ്പിച്ച് ബീച്ചിലൂടെ നടത്തിക്കൊണ്ടുപോവാണ് അപ്പൻ, ഫസ്റ്റ് ഹീറോ. അപ്പോഴാണ് മോള് ചോദിക്കുക, അപ്പാ ഇനിയെങ്കിലും അപ്പൻ്റെ യഥാർത്ഥ പഴയ ഹിസ്റ്ററി എന്നോടൊന്ന് പറയാൻ പറ്റുമോ? എനിക്കത് കേൾക്കണം, ഉറപ്പായിട്ടും കേൾക്കണം, ആവശ്യമുണ്ട്. അപ്പം അപ്പൻ മോളെ വിളിച്ചോണ്ട് പോയി ഒരു മൂലക്കിരുത്തി കടലും കാണിച്ചിട്ട്, ആദ്യമായി ഞാൻ നിന്റെ അമ്മയെ കണ്ടപ്പോഴാണ് അത് സംഭവിച്ചത് എന്ന് പറഞ്ഞു തുടങ്ങുക. അവിടെ വെച്ച് ഹോ ജുൻ യാങ് എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട് ഈ കഥ? നിങ്ങൾക്കിഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ, until then, it's bye from Uru. കഥ സുരട്ടുമാസ്.